അതിനകത്ത് സോമൻ്റെ ക്യാരക്ടർ പറയുന്ന ഡയലോഗ്സ് ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് ഇങ്ങനെ കോട്ടായിട്ട് കൊടുക്കാം. ഓരോ ജീവിച്ചിരിക്കുന്ന മനുഷ്യനും ജീവനുള്ള ഫോസിലുകളാണ്, ചലിക്കുന്ന മ്യൂസിയങ്ങൾ. ആ സത്യം പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എഴുത്തുകാരായ നിങ്ങളെപ്പോലുള്ളവർ ചെയ്യേണ്ടത്. എ.ജി. ജോർജിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ റീൽ വഴിയൊക്കെ ട്രെൻഡിങ് ആയിട്ട് പലരും തുടങ്ങിയിട്ടുണ്ട്. യവനിക്ക് കണ്ടിട്ടുണ്ടാവും, ആദാമിൻ്റെ വാരിയല്, ഇതൊക്കെ പലരും ഇപ്പം തേടി പിടിച്ച് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അധികം ആരും കാണാത്തൊരു അണ്ടർ റേറ്റഡ് ടെലിഫിലിമാണെന്ന് എനിക്ക് തോന്നുന്നത്. ദൂരദർശന് വേണ്ടിയിട്ട് ചെയ്തതാണ്. യാത്രയുടെ അന്ത്യം എന്നാണ് സിനിമയുടെ പേര്. മുരളിയും സോമനുമാണ് ക്യാരക്ടേഴ്സ്. രണ്ടുപേരേ ഉള്ളൂ മെയിനായിട്ട് ക്യാരക്ടേഴ്സ്. ഒരു KSRTC ബസ്സിലാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ ഫ്ലോയിൽ ആ സിനിമ മൊത്തം കാണും, ക്ലൈമാക്സ് വരെ കാണും. ക്ലൈമാക്സിൽ ചെറുതായിട്ട് നമ്മളൊന്ന് ഇമോഷണലാവും. നമ്മൾ അതിനകത്തും ഇതുപോലെ തന്നെ നമ്മൾ അവരുടെ കൂടെ നമ്മൾ ആ ബസ്സിലിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പലതരത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ആ ബസ്സിൽ കാണും. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ അറിവുകൾ കിട്ടും കേട്ടോ. പണ്ടത്തെ ആ ഒരു സിനിമയിൽ എന്ത് രസമായിട്ടാണ് അവർ ആ സംഭാഷണങ്ങൾ എഴുതിയേക്കുന്നത്. നമുക്ക് ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളെപ്പറ്റി കുറേ നോളജ് കിട്ടും. അതിനകത്ത് സോമൻ്റെ ക്യാരക്ടർ പറയുന്ന ഡയലോഗ്സ് ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് ഇങ്ങനെ കോട്ടായിട്ട് കൊടുക്കാം. അത്രയ്ക്ക് ഗംഭീര സംഭാഷണങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതും തിരുവല്ലയിലെങ്ങാണ്ടാണ് ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. അന്നത്തെ നാട്ടിൻപുറവും റബ്ബറും കൃഷി, അന്നത്തെ വീടുകൾ, ബസ്, ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ സിനിമയൊന്ന് കണ്ടിരിക്കണം. കുറേ നാളെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടന്നു. എങ്ങുമില്ല ഇതിൻ്റെ പ്രിൻ്റോ ഒന്നുമില്ല. അവസാനം എനിക്ക് കിട്ടി. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ DM ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം.